സ്കന്ധം 1 ചാപ്റ്റേഴ്സ് 18, 19, 20. ഷഡ് രിപുൻ ഏതെല്ലാം? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. രണ്ടാമത്തെ ചോദ്യം, സന്യാസത്തിന് അർഹത ആർക്കാണ്? വിധി അനുസരിച്ച് അഗ്നികളെ എല്ലാം ആത്മാവിൽ അടക്കി ധർമ്മജ്ഞനും ജിതേന്ദ്രിയനുമായി യഥാർത്ഥ വൈരാഗ്യം വന്നാൽ നാലാമത്തെ ആശ്രമമായ സന്യാസം സ്വീകരിക്കാം. അദ്ദേഹം വിരക്തനുമായിരിക്കണം. മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം ശരീരമല്ല, ജീവാത്മാവുമല്ല, ഇന്ദ്രിയങ്ങളുമല്ല, മനസ്സ് ഒന്ന് മാത്രമാണ് മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. മനസ്സ് ശുദ്ധനും മുക്തനുമാണ്. ബന്ധമോക്ഷങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. മനസ്സ് ശാന്തമായാൽ പിന്നെ ബന്ധമേയില്ല. നാലാമത്തെ ചോദ്യം, അവിദ്യ എന്താണ്? ജീവൻ ബ്രഹ്മമാണ്. ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. ഇതിൽ ഒരു സംശയവും വേണ്ട. ഈ സംസാരത്തിൽ മുഴുകുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഭേദബുദ്ധി. ആ ഭേദബുദ്ധിയാണ് അവിദ്യ. അഞ്ചാമത്തെ ചോദ്യം, കർമ്മം എങ്ങനെ ചെയ്യണമെന്നാണ് ജനകൻ ഉപദേശിക്കുന്നത്? ആസക്തിയില്ലാതെയും അഹങ്കാരമില്ലാതെയും കർമ്മം ചെയ്യണം. ആറാമത്തെ ചോദ്യം, താൻ സുഖമായിട്ടിരിക്കുന്നതെങ്ങനെ എന്ന് ആണ് ജനകൻ പറയുന്നത്? സുഖമായി ഉറങ്ങുന്നു, സുഖമായി ഭക്ഷിക്കുന്നു, ബന്ധനമില്ലെന്ന ചിന്തയോടെ ഞാൻ എല്ലായ്പ്പോഴും തന്നെ സുഖമായിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, ജനകന്റെ അഭിപ്രായത്തിൽ ബന്ധവും മുക്തിയും എന്താണ്? ഈ ശരീരം എന്റേതാണെന്ന വിചാരമാണ് ബന്ധം, എന്റേതല്ലെന്ന വിചാരം മുക്തിയും. അതുപോലെ ധനം, ഗൃഹം, രാജ്യം എന്റേതല്ലെന്ന വിചാരം ഉറയ്ക്കണം. അപ്പോൾ ബന്ധം ഉണ്ടാവില്ല. എട്ടാമത്തെ ചോദ്യം, ശ്രീ ശുഗന്റെ ഭാര്യ, മക്കൾ ആരല്ല? പിതൃക്കളുടെ പുത്രിയായ പീവരിയാണ് ഭാര്യ. പുത്രന്മാർ കൃഷ്ണൻ, ഗൗരപ്രഭൻ, ഭൂരി, ദേവശ്രുതൻ. പുത്രി കീർത്തി. ഒൻപതാമത്തെ ചോദ്യം, ശുഗന്റെ വിരഹത്താൽ ദുഃഖിക്കുന്ന വ്യാസമഹർഷിക്ക് പരമശിവൻ നൽകിയ വരമെന്ത്? പാർശ്വഭാഗത്തായി പുത്രന്റെ മനോഹരമായ ഛായയെ കാണാമെന്ന വരമാണ് ശിവൻ വ്യാസന് കൊടുത്തത്. പത്താമത്തെ ചോദ്യം, ശാന്തനുവിന് സത്യവതിയാൽ ജനിച്ച പുത്രന്മാർ ചിത്രാംഗതനും വിചിത്രവീര്യനും. 11ാമത്തെ ചോദ്യം, ഭീഷ്മരുടെ മാതാപിതാക്കൾ ശാന്തനുവും ഗംഗയും. 12ാമത്തെ ചോദ്യം, ഭീഷ്മർ ബലമായി അപഹരിച്ചത് ആരെ, ആർക്കു വേണ്ടി? കാശി രാജാവിന്റെ 3 പുത്രിമാർ ആയ അംബ, അംബിക, അംബാലിക. വിചിത്രവീര്യനു വേണ്ടിയാണ് അവരെ അപഹരിച്ചത്. 13ാമത്തെ ചോദ്യം, ഭീഷ്മർ തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വീകരിക്കാതിരിക്കുന്നതിനുള്ള കാരണം? തന്റെ അച്ഛന് പ്രതിജ്ഞ ചെയ്തു കൊടുത്തിട്ടുണ്ട്, രാജ്യവും ഭരിക്കില്ല, ഭാര്യയെയും സ്വീകരിക്കുകയില്ല. അതും അമ്പയെ വരിക്കാത്തതിനുള്ള കാരണം മറ്റൊരുവനിൽ മനസ്സ് ഊന്നിയ ഒരുവളെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. 14ാമത്തെ ചോദ്യം, ശ്രീ ശുഗനെ കൂടാതെ വ്യാസമഹർഷിക്കുണ്ടായ പുത്രന്മാർ? ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.